ഷോൾഡർ റൊട്ടേഷൻ, അതായത് ഷോൾഡറിനുള്ള ഒരു എക്സസൈസാണ് പറയാൻ പോകുന്നത്. അത് തന്നെ ആദ്യം നമ്മൾ കൈ ഷോൾഡറിൽ വെക്കുക. റൈറ്റ് ഹാൻഡാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. റൈറ്റ് ഹാൻഡ് ഇതുപോലെ ഷോൾഡറിൽ വെക്കുക. എന്നിട്ട് മാക്സിമം റൊട്ടേറ്റ് ചെയ്യുക, സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്യുക. ഏറ്റവും ആദ്യം നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. മാക്സിമം നമ്മൾ ടുവേർഡ്സ് ദ ബോഡി വരുന്ന രീതിയിൽ ഇങ്ങനെ മാക്സിമം ഇങ്ങനെ അത് ടുവേർഡ്സ് ദ ബോഡി വന്ന് പിന്നെ മാക്സിമം ബാക്കിലോട്ട് പോകുന്ന രീതിയിൽ ഇങ്ങനെ. ഇതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള റൊട്ടേഷൻ. അതൊരു 10 റൗണ്ട് ചെയ്തതിന് ശേഷം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഇതിൽ നമ്മുടെ ഷോൾഡർ അപ്വേർഡ് പോകുമ്പോഴത്തേക്കും ഇൻഹേൽ ചെയ്യും, ഡൗൺവേർഡ് നമ്മൾ ഷോൾഡർ കൊണ്ടുപോകുമ്പോൾ എക്സേൽ ചെയ്യും. അതാണ് എൻ്റെ ബ്രീത്തിങ് ടെക്നിക്ക്. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് ചെയ്തു. ഇപ്പോൾ റൈറ്റ് ഹാൻഡിൽ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഒരു 10 ടൈംസ് ഈച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ സെയിം പ്രോസസ്സ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ റിപ്പീറ്റ് ചെയ്യുക. അത് നമ്മൾ ക്ലോക്ക് വൈസ് ചെയ്തു, പിന്നെ ഇതുപോലെ തന്നെ 10 റൗണ്ട് ചെയ്യണം, പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യും. ഇനി ഇത് ഇൻഡിവിജ്വലി ചെയ്യാം, അതുപോലെ തന്നെ ഒരുമിച്ചും ചെയ്യാം. ഒരുമിച്ച് ഇങ്ങനെ കൈവച്ചിട്ട് അപ്പോൾ മാക്സിമം നമ്മളുടെ ഈ മുട്ട് അടുപ്പിക്കാൻ നോക്കുക. മാക്സിമം 2 മുട്ടുകളും കൂടെ ചെയ്യുമ്പോൾ അടുപ്പിച്ച് വരുന്ന രീതിയിൽ വരും. മാക്സിമം പുറകോട്ട് നീങ്ങി പുറകോട്ട് എടുക്കുമ്പോൾ മാക്സിമം പുറകോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേന് മുട്ട് മുട്ടിക്കുന്ന രീതിയിൽ ചെയ്യും. ഇതാണ് ഷോൾഡർ എക്സസൈസ്. അപ്പോൾ നമ്മൾ ലോങ് ഡ്രൈവിംഗ് ഒക്കെ പോകുമ്പോൾ, അതുപോലെ തന്നെ ഓഫീസിൽ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ ഒക്കെ ഒരു ഷോൾഡറിന് ഒരു എക്സസൈസ് വേണമെങ്കിൽ ഇതാണ് ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു എക്സസൈസ്. ഇത് നമ്മൾ സെർവൈക്കൽ സ്പോണ്ടലൈറ്റിസിനും അതുപോലെ തന്നെ ഫ്രോസൺ ഷോൾഡർ അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ യൂസ്ഫുൾ ആണ്. കൂടാതെ തന്നെ നമ്മുടെ ചെസ്റ്റിനും ഷോൾഡറിനും ഒക്കെ ഒരു ഷേപ്പ് വരാൻ വേണ്ടി ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ്.